ദുനിയാവിലെ ഏറ്റവും വലിയ നന്മയും അതേപോലെ തന്നെ പരലോകത്തിലെ നന്മയുമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ പ്രാർത്ഥന 2 ഭാഗമാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഒന്നാമത്തെ പകുതിയിലുള്ളത് അല്ലാഹുവേ ദുനിയാവിലെ നന്മകൾ എനിക്ക് നീ നൽകണേ എന്നാണ്. രണ്ടാമത്തെ പകുതിയിലുള്ളത് വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും പടച്ചോനെ അവിടെ എന്തൊക്കെ നന്മകൾ എനിക്ക് കിട്ടാണ്ടോ അതൊക്കെ നൽകണേ. വഖിന അദാബന്നാർ, നരകത്തിൽ ഞങ്ങളെ കാക്കും ചെയ്യണേ എന്നതാണ്. എങ്കിൽ എന്താണ് ആ ദുനിയാവിലെ നന്മകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ വേഗത്തിൽ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വൽ ഹസനതു മത്ലൂബത്തു ഫിദ്ദുനിയ യദ്ഖുലു ഫീഹാ കുല്ലു മാ യഹ്സുനു വഖഉഹു ഇൻദൽ അബ്ദ്. ഇതിൽ എല്ലാം പെടുമെന്നാണ്. ഒരു അടിമ തന്റെ ഇഹലോക ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന, നന്മയായി ആഗ്രഹിക്കുന്ന ഹലാലായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പെടും. പക്ഷെ അദ്ദേഹം വീണ്ടും പറഞ്ഞത് എന്താണെന്നറിയോ? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അടിവരയിടുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധയൂന്നി ഈ വാക്ക്, ഈ പ്രാർത്ഥന നാം ചൊല്ലുന്ന വേളയിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മിൻ റിസ്ഖിൻ ഹനീഇൻ വാസിഇൻ ഹലാലിൻ. ഒന്നാമത്തെ കാര്യം അതാണ്. എന്താ അത്? അനുവദനീയവും വിശാലവുമായ ഉപജീവനമാണ് ഇഹലോകത്തിലെ നന്മയിൽ ഒന്നാമത്തേത്. അല്ലാഹുവേ മരിക്കുന്നത് വരേക്കും നല്ല റിസ്ക് നൽകണേ എന്ന ഹലാലായ വിശാലമായ റിസ്ക്. എന്താണ് സുഹൃത്തുക്കളെ റിസ്ക് എന്ന് പറഞ്ഞാൽ? ജീവിക്കാൻ ആവശ്യമായ ഭൗതിക വിഭവങ്ങളെയെല്ലാം നമ്മൾ റിസ്ക് എന്നാണ് ഉൾപ്പെടുത്തുക. സൗകര്യമായ ഒരു വീട് അത് റിസ്കിൽ പെടുന്ന കാര്യമാണ്. പട്ടിണി കിടക്കാതെ പിന്നെ നമ്മുടെ ഭക്ഷണം കിട്ടുക എന്നുള്ളത്, അതാത് സമയങ്ങൾ ഭക്ഷണം കിട്ടുക എന്ന റിസ്കിൽപ്പെട്ടതാണ്. നമുക്ക് അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു വാഹനം അത് റിസ്കിന്റെ ഭാഗമാണ്. ബർക്കത്തുള്ള ഹലാലായ ഒരു സമ്പാദ്യം വേറൊരാളുടെ മുമ്പിൽ പോയിട്ടും ഒരു ആവശ്യം വരുമ്പോൾ കൈ നീട്ടേണ്ടി വരാത്ത വിധം ഇസ്സത്തോടു കൂടെ ജീവിക്കാൻ ആവശ്യമായൊരു വകുപ്പ്, അത് മരിക്കോളം, ഇത്ര ഏജ് വരെ എന്നല്ല, ഒരു ഇത്ര സമയം വരെ എന്നല്ല, മരിക്കോളം വേറൊരാളുടെ മുമ്പിലും കൈയരക്കാതെ മാന്യമായി കൊണ്ട് ജീവിച്ചു പോകാനുള്ള ഒരു വിഹിതം സുഹൃത്തുക്കളെ നമ്മുടെ കൈകളിൽ എത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2-3 തലമുറകൾക്ക് ജീവിക്കാൻ വിഭവം ഉണ്ടാകുക എന്നുള്ളതൊന്നല്ല, ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ ആവശ്യമായത് എന്തോ അത് കിട്ടുക എന്നതാണ്. അപ്പൊ ഈ വിശാലത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? വിശാലത എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നോക്കത്താ ദൂരത്തേക്ക് വിശാലമായി കിടക്കുന്ന പറമ്പുകളുടെ ഉടമയാകണം എന്നതല്ല പറഞ്ഞത്. ആ വിശാലത എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? മനസ്സിന്റെ വിശാലതയാണ്. എപ്പോഴാണ് മനസ്സിന്റെ വിശാലത ഉണ്ടാകുക? ആദം സന്തതികൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? എത്ര കിട്ടിയാലും മതി വരില്ല എന്നതാണ്. എത്ര കിട്ടിയാലും മതി വരില്ല, അതിന്റെ ഉള്ളു ഇടുങ്ങിയതായിരിക്കും. അപ്പൊ ഈ വിശാലമായ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോൻ എന്താണ് അവനക്ക് കണക്കാക്കിയിട്ടുള്ളത്? അതിലൊരു തൃപ്തി, അതിലൊരു തൃപ്തി. എനിക്ക് ഇത്രയാണ് എന്റെ സാലറി, എനിക്ക് ഇത്രയാണ് എന്റെ വരുമാനം, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് എന്റെ കൈകളിലേക്ക് വന്നിട്ടുള്ള ഇതാണ് എങ്കിൽ അല്ലാഹുവേ ഇതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഇതോടുകൂടെ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണേ, ഇതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് തരണേ എന്നതാണ് സുഹൃത്തുക്കളെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഹസനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒന്ന് ഉപജീവനമാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം വസൗജത്തും സ്വാലിഹ, നല്ല ഒരു ഇണയെ കിട്ടുക എന്നുള്ളതാണ്. ആണിന് പെണ്ണും പെണ്ണിന് ആണും. ആണും ആണുമല്ല സുഹൃത്തുക്കളെ, പെണ്ണും പെണ്ണുമല്ല. ഇന്ന് അതാണ് ഇണയുടെ സങ്കല്പം. അതല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇണ എന്നുള്ളത്, നല്ല ഒരു ഇണ എന്നൊരു സംശയമല്ല സഹോദര, അതിൽ അള്ളാഹുവിന്റെ വലിയൊരു ഗിഫ്റ്റാണ്. അത് റഹ്മാനായ റബ്ബ് ഒരു മനുഷ്യനിക്ക് നൽകുന്ന വല്ലാത്ത സമ്മാനമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു മറയുമില്ലാതെ നമ്മിലേക്ക് വന്ന് പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരാൾക്കേ കഴിയൂ. ഞാനൊന്ന് കടക്കേണ്ടതുപോലെ കടന്നു കഴിഞ്ഞാൽ എന്റെ അരികിലേക്ക് എന്റെ ഉപ്പക്ക് വരാൻ ചില പരിധികളുണ്ട്, ഉമ്മാക്ക് വരാൻ ചില പരിമിതികളുണ്ട്, പക്ഷെ എന്റെ ഭാര്യക്ക് വരാൻ ഒരു പരിധിയുമില്ലല്ലോ സുഹൃത്തെ. അത് റഹ്മാനായ റബ്ബ് നമുക്ക് സംവിധാനിച്ച വല്ലാത്തൊരു ഗിഫ്റ്റാണ്. പക്ഷെ അത് നല്ല നിലക്കാകുന്നിടത്താണ്
അതിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഒരു കരടുണ്ടോ, അവന്റെ ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതരായിരിക്കും സുഹൃത്തുക്കളെ. ഒന്ന് ചെയ്താലും അവനക്ക് റാഹത്ത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. അവന്റെ മനസ്സെപ്പോഴും മുടക്കിക്കൊണ്ടായിരിക്കും. എന്ത് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉണ്ടാകുള്ളൂ. മനസ്സിന്റെ ഉള്ളിൽ വലിയ വേദനയായിരിക്കും. കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടാകും, മനസ്സുകൊണ്ട് ചിരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷെ ചെറ്റക്കുടിലാണ് താമസമെങ്കിലും അല്പം ചില കഞ്ഞി പയറുമാണ് അവന്റെ ഭക്ഷണമെങ്കിലും സുഹൃത്തെ, നല്ലൊരു ഇണ കൂടെയുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ, സഹകരിക്കാൻ, പൊരുത്തപ്പെടാൻ, പലതും കണ്ടില്ലെന്ന് നടിക്കാൻ, എല്ലാ പ്രശ്നങ്ങളും പങ്കുവെക്കാനും ഒക്കെ ഒരു ഇണ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ സംശയമില്ലാതെ വിളിക്കാൻ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് സുഹൃത്തെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതായി കൊണ്ട് ഹസനത്തിന്റെ വിവക്ഷ നല്ലൊരു ഇണയെ കിട്ടുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വലദുൻ തഖറു ബിഹിൽ ഐനു, കൺകുളിർമയുള്ള മക്കളെ കിട്ടുക എന്നാണ് സുഹൃത്തെ. ദുനിയാവിൽ നന്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും നല്ല മക്കളെ പടച്ചറബ് തീരാന്ന. എന്താ മക്കളെ തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുസരണയുള്ള, മതബോധമുള്ള, മാതാപിതാക്കളോടുള്ള കടമകൾ കൃത്യമായി അറിഞ്ഞാലും പോരാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കാൻ കഴിയുന്ന, അധികമൊന്നും വേണമെന്നില്ല സുഹൃത്തെ. ഒരു മകളെ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായി പോയില്ലെന്നല്ല സുഹൃത്തെ, ആൺകുട്ടിയായില്ലേ എന്നതല്ല. ആണോ പെണ്ണോ ആകട്ടെ ലക്ഷ്യം ഈ ലെവലിൽ അത് പോകുന്നുണ്ടെങ്കിൽ അത് ദുനിയാവിലെ ഹസനത്താണ്. റഹ്മാനായ റബ്ബിനോട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് ചോദിക്കുമ്പോഴേ മൂന്നാമത്തെ ധ്വനി നല്ല മക്കൾക്ക് വേണ്ടിയിട്ടാണ്. വറാഹ, പിന്നെ നമ്മൾ ദുനിയാവിലെ ഹസനത്ത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു റാഹത്താണ് സുഹൃത്തെ. മനസ്സിനെപ്പോഴും ഒരു സുഖം, മനസ്സിനെപ്പോഴും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാം. കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ വാങ്ങാൻ കഴിയുന്നതാണോ, പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണോ സമാധാനം? എവിടെങ്കിലും പോയിട്ട് ഈ ദുനിയാവിന്റെ ഏതറ്റത്ത് കിടക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇന്ന് വീട്ടിന്റെ ഉള്ളിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒരല്പം സമാധാനം കിട്ടാൻ ആർക്കെങ്കിലും കഴിയോ? അത് പടച്ചോനിട്ട് തരേണ്ടതാണ്. ദുനിയാവിലെ നന്മ എന്ന് പറയുമ്പോൾ അത് റാഹത്താണ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും റാഹത്തുണ്ട് സുഹൃത്തുക്കളെ. അതെങ്ങനെ? എത്ര പ്രയാസമുണ്ടെങ്കിലും ശരീരത്തെ നല്ല വെരിഞ്ഞു മുറുക്കുന്ന വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിലും ഒരു റാഹത്തുണ്ട്. അതേതാ റാഹത്ത്? പടച്ചോനെ, ഞാൻ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും റഹ്മാനായ റബ്ബെ നാളെ എനിക്ക് കൂലിയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് അവനിക്കൊരു റാഹത്ത് കിട്ടുമെന്നാണ്. അതുകൊണ്ട് സഹോദര, മനസ്സിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് ചോദിച്ചപ്പോൾ നാം ചോദിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മഹാനായ ഇമാം സഅദി പറഞ്ഞു, വഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവാണ് സുഹൃത്തെ ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് ഉപകാരപ്പെടണം. ഒരുപാട് ഖുതുബകൾ കേട്ടിട്ടോ ക്ലാസ്സുകൾ കേട്ടിട്ടോ അതിനപ്പുറത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയണമെന്നതാണ് ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ. വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന രംഗങ്ങളിൽ നാം എങ്ങനെയൊക്കെയാകണമെന്നത് എങ്ങനെയെങ്കിലും ആയാൽ മതിയോ? പോരാ, നമുക്ക് ആകേണ്ട ഒരു രൂപമുണ്ട്. അങ്ങനെയാകാൻ നമ്മുടെ കൈകളിലുള്ള ടൂൾ ഏതാ സുഹൃത്തെ? അറിവല്ലേ. അറിവ് നേടുമ്പോഴേ അള്ള ഉദ്ദേശിച്ചതുപോലെ ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് കിട്ടുന്നുണ്ടോ നമുക്കെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. കേൾക്കുന്നുണ്ട് പലതും, ജീവിതത്തിലുണ്ടോ എന്ന് പിന്നെ നമ്മൾ ചിന്തിക്കുക. ഏതായിരുന്നാലും അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവിന് എനിക്ക് നീ നൽകണേ എന്നാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വഅമലുൻ സാലിഹ്, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനാണ് നമ്മൾ ചോദിക്കുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ ഖബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഇന്നമാ അൻത അയ്യാം, മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യബ്ന ആദം, അല്ലയോ ആദം സന്തതി, ഇന്നമാ അൻത അയ്യാം, നീ കേവലം ദിവസങ്ങളാണ്. ഫൈദാ ദഹബ യൗമുക്, നിനക്ക് കണക്കാക്കിയ ദിവസം കഴിഞ്ഞാൽ ദഹബ ബഅദുക്, നിന്റെ ചിലത് കഴിഞ്ഞു എന്നതാണ്, അല്ലേ? അതുകൊണ്ട് സുഹൃത്തെ, പരിമിതമായ സമയമേ നമ്മൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഓരോ ദിവസവും സൽക്കർമ്മങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ
മുന്നോട്ട് പോയെങ്കിൽ രക്ഷയുള്ളൂ എന്ന് കൃത്യമായി കൊണ്ട് അറിയാവുന്നവരെ സുഹൃത്തെ ഈ ഖുതുബ കേൾക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് എത്ര കണ്ട് തൗഫീക്ക് കിട്ടുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനെന്ന്. ഒരു നന്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് സമരസപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ഒരു സംരംഭമുണ്ട്, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് കേൾക്കുമ്പോഴേക്കും ഈ വിരൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കുന്ന പ്രകൃതക്കാരനും പ്രകൃതക്കാരിയുമാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി സുഹൃത്തെ. ഇല്ല എങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പതിവാക്കണമെന്നതാണ് സൂചിപ്പിക്കുവാൻ. അതേപോലെ തന്നെ അനുവദനീയവും നമ്മൾ ഇഷ്ടപ്പെടുന്നതുമായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാവില്ലേ. ഹലാലാണെങ്കിൽ സുഹൃത്തെ അതൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചോദിച്ചിട്ടുള്ളത്. ദുനിയാവിലെ ഹലാലായ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. അത് ഹലാലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടി എനിക്ക് നേടിത്തരണേ പടച്ചോനെ എന്നതാണ് ദുനിയാവിലെ നന്മകൾ എനിക്ക് നീ നൽകണേ എന്ന് പറഞ്ഞതിന്റെ സാരമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞത് വഫിൽ ആഖിറതി ഹസനതൻ എന്നാണ്. അപ്പൊ ദുനിയാവിലെ ഹസനത്ത് ഒരുപാടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് പരലോകത്തിലെ നന്മകൾ എനിക്ക് നീ നൽകണേ എന്നതാണ്. എന്താ സുഹൃത്തുക്കളെ പരലോകത്തിലെ നന്മകൾ? അദ്ദേഹം വീണ്ടും പറഞ്ഞു, അസ്സലാമത്തു മിനൽ ഉഖൂബാതി ഫിൽ ഖബർ. അസ്സലാമത്തു മിനൽ ഉഖൂബാതി ഫിൽ ഖബർ. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ സുരക്ഷിതമായൊരിടമാക്കി പടച്ചോനെ എന്റെ ഖബറിനെ നീ മാറ്റണേ എന്നതാണ് സഹോദര. വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ആരും ഉണ്ടാകില്ല ഖബറിൽ എന്ന് കൃത്യമായി കൊണ്ട് അറിയാവുന്നവരാണ് ഞാനും നിങ്ങളും. ആരുണ്ടാവില്ല. അവിടെ ഇറക്കി വെക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള യാത്രയിലെ ഒന്നാമതായി കൊണ്ട് ഇറങ്ങി താമസിക്കുന്ന ഇടമാണ് ഖബർ. ഖബറിലെങ്ങാനും ഒരാൾ രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് അതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്നാണ്. എന്നാൽ എന്നാൽ അവിടെ എങ്ങാനും ആരെങ്കിലും തോറ്റുപോയാൽ പിന്നീട് അവനക്ക് അഭിമുഖീകരിക്കാനുള്ളതൊക്കെ അതിനേക്കാൾ ഭീതിജനകമായ കാര്യങ്ങളായിരിക്കുമെന്ന് നഊദുബില്ലാഹ്. അല്ലാഹു ആ സലാമത്ത് നൽകുന്നവർ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തെ, കണ്ണടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, വൽ മൗഖിഫ്, ഖബറും കഴിഞ്ഞ് പരലോകത്ത് പോയി നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. അവിടെയും ഒരുപാട് ക്ലേശതകൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും രക്ഷപ്പെടുത്തണേ പടച്ചോനെ എന്നാണ് വഫിൽ ആഖിറതി ഹസനതൻ എന്ന വാചകത്തിന്റെ ഉള്ളിലുള്ളത്. സുഹൃത്തെ, മഹ്ശറയിലെ നൃത്തം എത്ര ഭീതിജനകമാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ്. സൂര്യൻ ഒരു ചാണപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണമെന്നാണ്. സിറാത്തിലൂടെയുള്ള നടത്തം അതിഭീകരമാണ്. വിശ്വാസികളും മുനാഫികളും മാത്രം നടക്കുന്ന നടത്തമാണ്. താഴ്ഭാഗത്ത് നരകം പിന്നെ കത്തി ജ്വലിക്കുന്നുണ്ടാകുമെന്നാണ്. നരകത്തിൽ നിന്നുള്ള ഇരുമ്പ് കൊളുത്തുകൾ സിറാത്തിന്റെ മുകളിലോട്ട് കയറുന്ന മനുഷ്യനെ പിടിച്ച് വലിച്ച് താഴെയിടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. സുഹൃത്തെ, അന്നത്തെ ദിവസം അവിടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹവും ആ പ്രതീക്ഷയുമാണ് നമ്മൾ വഫിൽ ആഖിറതി ഹസനതൻ എന്ന് ചോദിച്ച ചോദ്യത്തിലുള്ളത്. വന്നാർ, പിന്നീട് പറഞ്ഞ നരകത്തിൽ നിന്നാണ്. സുഹൃത്തെ, അതിവിദൂരതയിൽ നിന്ന് പോലും നരകത്തിന്റെ ഗർജനം കേൾക്കുമെന്നാണ്. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ക്രോധഭാവത്താൽ ആ നരകം ഇങ്ങനെ അതിന്റെ ശബ്ദം ഇങ്ങനെ നിനക്ക് ഒരുപാട് വിദൂരത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുമെന്നാണ്. ഖുർആൻ പറഞ്ഞു, കൊട്ടാര സമാനമായ തീപ്പൊരികൾ പോലും കൊട്ടാര സമാനമാണ്. 70,000 കൊളുത്തുകൾ വേണ്ടി വരുന്ന ചങ്ങലകൾ വേണത്രേ നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ. ഒരു കണ്ണിയിൽ 70,000 മലക്കുകൾ മാത്രം പിടിച്ചു വലിക്കാൻ മാത്രം ഉണ്ട് എന്നതാണ്. അത്ര ആഴത്തോളമുള്ള പിന്നെ നരകമാണ് കാത്തിരിക്കുന്നത്. അത് പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. ആ നരകത്തിന് മുമ്പിൽ പോയി നിന്ന് നരകം കണ്ടു, മുഖാമുഖം കണ്ടു. പടച്ചോനെ, ഇതിലേക്ക് ഞാൻ പെട്ടാൽ എന്താകും എന്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിക്കുന്നിടത്ത് സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി ലഭിച്ചവരാണ്
യഥാർത്ഥത്തിൽ വിജയം കൊയ്യത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ നേരത്തെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നന്മയാണ് നാം ചോദിച്ചിട്ടുള്ളത്. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പ്രത്യേകം ഇതൊക്കെ പറഞ്ഞതിൽ അത് പെട്ടു. വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറഞ്ഞതിൽ പിന്നെ പരലോകത്തിൽ നന്മ എന്ന് പറഞ്ഞാൽ തന്നെ നരകമോചനം വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ വീണ്ടും നരകമോചനത്തെ ഒന്നും കൂടെ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ചു. വഖിനാ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ. എവിടുന്നാ സുഹൃത്തെ? അദാബന്നാർ, ആ നരക ശിക്ഷയിൽ നിന്നുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണ്ട എന്ന അഭിപ്രായക്കാർ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആരും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ദുനിയാവിലെ നന്മയും നമുക്ക് വേണം, നാളെ പരലോകത്തിൽ നന്മയും വേണം. നരകമോചനത്തിലൂടെ അന്നഈമിൽ മുഖീം, എന്നെന്നും നിലനിൽക്കുന്ന, ഒരു ദിവസം പോലും കിട്ടിയ അനുഗ്രഹം കുറഞ്ഞു പോകാത്ത, വർധനവ് മാത്രം ലഭിക്കപ്പെടുന്ന ആ സ്വർഗവും കൂടെയാണ് പരലോക നന്മയിലെ അവസാനത്തെ നന്മ. റഹ്മാനായ റബ്ബിനെ കാണലുമാണ് അതിനേക്കാൾ വലിയ നന്മ. ഇതെല്ലാം നമ്മൾ ചോദിച്ചത് പറഞ്ഞു തീരുമ്പോൾ, വേഗത്തിൽ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഖുത്ബ നമുക്ക് വേണം. പക്ഷെ ഈ ആശയങ്ങളെല്ലാം അടക്കി നമുക്ക് ആ വാദൊന്ന് ചോദിക്കാൻ സുഹൃത്തെ 2 വരിയേ വേണ്ടു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയെ നെഞ്ചകത്തേക്ക് കയറ്റി വെക്കുക. ആത്മാർത്ഥമായി കൊണ്ടും പൊരുളറിഞ്ഞുകൊണ്ട് ചോദിക്കുക. സുഹൃത്തേ, പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പക്ഷേ പരിഹാരം കൂടെയായിരിക്കും ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കുക. നല്ലൊരു ഇണയെ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ. നല്ല മക്കളെ കൊണ്ട് ഒരു പക്ഷെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ദുനിയാവിൽ ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സ് തട്ടിയിട്ട് കൈയിങ്ങനെ ഉയർത്തുമ്പോൾ ഈ പറയപ്പെട്ടതിന്റെ എല്ലാം ഒരു ആശയ സംഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ആത്മാർത്ഥതയോടുകൂടെ പൊരുളറിഞ്ഞ് അവന്റെ ദീന് കൊണ്ട് നടക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂർ. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ച, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആ പ്രാർത്ഥനയുടെ മഹത്വവും അതിന്റെ ഉള്ളടക്കവും അത് ചോദിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് സൂചിപ്പിച്ചത്. ഈ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇതിന് ഇത്രയേറെ സ്വീകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ ഓരോ വരികളിലും തൗഹീദ് കൂടെയുണ്ട് എന്നാണ്. എന്താ പറഞ്ഞത്? തുടക്കം എങ്ങനെ? റബ്ബന എന്നാണ്, ഞങ്ങളുടെ രക്ഷിതാവ്. ആരാ സുഹൃത്തുക്കളെ ഞങ്ങളുടെ രക്ഷിതാവ്? ആരാ ഞങ്ങളുടെ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തു തരുന്ന റബ്ബ്. അതാരാ? അത് അല്ലാഹുവാണ് എന്നാണ്, അല്ലെ? വേറൊരാളുമില്ല എന്ന, ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഇറക്കി വെക്കാൻ അല്ലാഹു അല്ലാതെ മറ്റൊരു സ്പേസ് ഞങ്ങളുടെ മനസ്സിലില്ല. ഒരു കബറും ഒരു മക്ബറയും ഒരു ജാറവും ഒരു ബാവയും ഒരു ബീവിയും എന്ന് തുടങ്ങി ആളുകളുടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് ആളുകൾ ഓടിച്ചെന്ന് കേണപേക്ഷിക്കുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടേക്കൊന്നും ഞാനില്ല എന്ന തൗഹീദിന്റെ കറകളഞ്ഞ പ്രഖ്യാപനം നടത്തുമ്പോഴേ സഹോദര ഈ പ്രാർത്ഥന കൊണ്ട് ഫലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന തൗഹീദ് ഉണ്ട് എന്ന. പിന്നെന്താണെന്നറിയോ? നന്മകൾ നേടാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരാൻ അല്ലാഹുവേ നീയല്ലാതെ വേറൊരിടമില്ല എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം എനിക്ക് കൊണ്ടുതരുന്നത് നീയല്ലാതെ വേറെ ആരുമില്ല എന്ന. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത. എന്റെ ജീവിതത്തിൽ ബാധിക്കാനിരിക്കുന്ന എല്ലാവിധ ദുരന്തങ്ങളെയും എന്നിൽ നിന്നും തടുക്കുന്നത് അല്ലാഹ്, നീയല്ലാതെ വേറെ ആരുമില്ല എന്ന. അവിടെ മൊഹീദ്ദീൻ ശൈഖിന് പങ്കില്ല സുഹൃത്തുക്കളെ, അവിടെ ബദരീങ്ങളില്ല സുഹൃത്തുക്കളെ, അവിടെ ഉഹദീങ്ങളില്ല സുഹൃത്തുക്കളെ. ഇത് മനസ്സിൽ പ്രഖ്യാപിക്കുന്ന ഒരാളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പോകുന്ന, അപകടം മണക്കുന്ന സമയത്ത് അല്ലാഹ് എന്നതല്ലാതെ വേറൊരു വാക്ക് വരൂല സുഹൃത്തുക്കളെ.
അതുകൊണ്ട് എന്താ അറിയോ നിങ്ങള്, തൗഹീദിന്റെ കറകളഞ്ഞ പ്രഖ്യാപനം ഈ പ്രാർത്ഥനയുടെ ഉള്ളിലുണ്ട്. അതും കൂടെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ദുനിയാവിലെയും ഇൻഷാ അല്ലാഹ് നമ്മളെ കാത്തിരിക്കുന്ന പരലോക ജീവിതവും ഏറ്റവും റാഹത്തായ രൂപത്തിൽ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ പരിപൂർണമായ ഒരു ആശയം മനസ്സിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് അത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.